വാർത്തയിലേക്കാണ്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിലെ അതൃപ്തി പരസ്യമാക്കി നിയുക്ത ദേശീയ സെക്രട്ടറി അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തനം തുടരണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. അക്കാര്യം താൻ പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിക്കും. നേതൃത്വത്തിന്റെ തീരുമാനം ധിക്കരിക്കില്ല. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് സമുദായ സമവാക്യം പരിഗണിച്ചോ എന്നത് അറിയില്ല. താൻ ക്രിസ്ത്യാനിയാണ് എന്നതാണോ കുഴപ്പമെന്നും അറിയില്ല. അത് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. തനിക്കുള്ള അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ അറിയിക്കും. അതിന് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അബിൻ വർക്കി പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഏറ്റവും വിധേയനായ ഒരു പാർട്ടി പ്രവർത്തകനാണ്. അല്ല, സംഘടനയ്ക്കുള്ളിൽ ഭാരവാഹികൾ അവരവരുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ അവകാശങ്ങളുമുള്ള പാർട്ടിയാണ്. മറ്റു പാർട്ടികളെ പോലെയല്ലല്ലോ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ ഞാനത് പാർട്ടി ഫോറങ്ങളിൽ അവതരിപ്പിക്കും. അതിനുള്ള എല്ലാ അവകാശവും എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട അബിൻ വർക്കിയുടെ വിയോജിപ്പ് വ്യക്തിപരമായ കാര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത് യോഗ്യനായതിനാലാണ്. പുതിയ സംഘത്തിന് നിലവിലുള്ളതിനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. അവരൊരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത്. ആ ടീം നല്ല പിള്ളേരാണ്, എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്, ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ്, എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ നല്ല ടീമായി നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമിക്കും. അവർ നല്ല ടീമാണ്, നന്നായി വർക്ക് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ളൊരു ടീമാണ്. അത് നന്നായി വർക്ക് ചെയ്യട്ടെ. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ ആവശ്യം തള്ളി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിലും കേന്ദ്രത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അബിൻ പറഞ്ഞത് കണ്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാ അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചാണ് OJ ജനീഷിനെ ഹൈക്കമാൻഡ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും K മുരളീധരൻ പറഞ്ഞു. എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചിട്ടാണ് ദേശീയ നേതൃത്വം തീരുമാനമെടുത്തത്. പുതിയ കമ്മിറ്റി പ്രസിഡന്റായി വെച്ച വ്യക്തിയും ജനീഷാണെങ്കിലും അബിൻ വർക്കിയാണെങ്കിലും എല്ലാവരും യോഗ്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. പക്ഷേ എല്ലാം കൂടെ ഒരു സമന്വയത്തിൽ എത്താനാണ് ഹൈക്കമാൻഡ് ശ്രമിച്ചിട്ടുള്ളത്. അതനുസരിച്ച് ആ തീരുമാനം വന്നിട്ടുള്ളത്. അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. അബിൻ വർക്കി അടക്കം ആർക്കും പുനഃസംഘടനയെക്കുറിച്ച് അഭിപ്രായം പറയാമെങ്കിലും പാർട്ടി അവസാനമായി എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് പാർട്ടി തീരുമാനമെടുത്തതെന്നും PJ കുര്യൻ പറഞ്ഞു. അത് കോൺഗ്രസ്സില് ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനമെടുക്കുക. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാൻ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വേണ്ട എന്ന് പറയുന്നവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുമല്ലോ. അബിൻ വർക്കി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തീരുമാനത്തിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ചില നേതാക്കന്മാർക്ക് സംസ്ഥാനമാണ് താല്പര്യം, ചിലർക്ക് ദേശീയ രാഷ്ട്രീയമാണ് താല്പര്യം. ഇത് ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവരും അംഗീകരിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തെ പുകഴ്ത്തി മാത്യു കുഴൽനാടൻ MLA. കേരളത്തിന് പറ്റിയ യൂത്ത് ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. റീൽസിന് മുമ്പിലില്ലെങ്കിലും റിയലായി പ്രവർത്തിക്കുന്ന ആളാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന മലയാളി നേതാക്കളുടെ ആഗ്രഹമാണ് അബിൻ പ്രകടിപ്പിച്ചതെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു.
ഏറ്റവും അനുയോജ്യമായ തീരുമാനം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കെല്ലാം മികച്ച പ്രതീക്ഷയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനവും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. വരും ദിവസങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി കടന്നു വന്ന ശ്രീ ഒ ജെ ജനീഷ് എനിക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഒ ജെ ജനീഷ് കഴിഞ്ഞ കാലങ്ങളിൽ KSU യൂത്ത് കോൺഗ്രസ് സമയങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനായി ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെ അവസാനത്തെ സംസ്ഥാന സമ്മേളനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ നിങ്ങളാരും അദ്ദേഹത്തെ മറ്റേ റീൽസിലോ അല്ലെങ്കിൽ മറ്റേ ഇതിലോ കണ്ടിട്ടൊന്നും വരില്ല. പക്ഷേ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ അധ്യക്ഷനായിട്ടിരുന്ന് അതിൻ്റെ ബാക്ക് ബോണായി നിന്ന ആളാണ്. എല്ലാവരും ഒരുപക്ഷെ നിങ്ങൾ കാണുന്ന പോലെ ഇന്ന് മീഡിയയുടെ മുമ്പിലോ എല്ലാവരും റീൽസിൻ്റെ മുമ്പിലോ ഉണ്ടാക്കുന്നില്ല. ആ നിലയിലുള്ള ഒരു ടീമിനെയാണ് ഈ തവണ നമ്മൾ എലിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ തികച്ച ഉജ്ജ്വലമായ പ്രതീക്ഷ യൂത്ത് കോൺഗ്രസിനെ കുറിച്ചുണ്ട്. അബിൻ കേരളത്തിലെ ഒരു മികച്ച യുവജന രാഷ്ട്രീയ നേതാവാണ്. കേരളത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് അതിൽ ഒരു കുറവും വരുത്തേണ്ടി വരില്ല. ഇതൊരു അഡീഷണൽ അംഗീകാരമായി, ഒരു അഡീഷണൽ ഉത്തരവാദിത്തമായി കൂടുതൽ കേരളത്തിൻ്റെ മണ്ണിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് നെന്മാറ പൂത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി ഒക്ടോബർ 16-ന്. വിധിയിൽ സന്തോഷമുണ്ടെന്നും പ്രതിക്ക് തക്കതായ ശിക്ഷ കോടതി നൽകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും സജിതയുടെ കുടുംബം പറഞ്ഞു. 2019 ഓഗസ്റ്റ് 31-നാണ് പ്രതി ചെന്താമര സജിതയെ വെട്ടിക്കൊന്നത്. കൊലപാതകം നടന്ന് 6 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിചാരണ ആരംഭിച്ചത്. ഫോറൻസിക് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയതാണ് വിചാരണ തുടങ്ങാൻ കാലതാമസം നേരിട്ടത്. മാസങ്ങൾ നീണ്ട വിചാരണകൾക്കൊടുവിലാണ് കേസിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. ചെന്താമരയുടെ ഭാര്യയുടെയും സഹോദരന്റെയും ഉൾപ്പെടെ 66 സാക്ഷികളുടെ മൊഴികളാണ് കേസിൽ രേഖപ്പെടുത്തിയത്. സജിതയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ പുരണ്ട 11 കാൽപ്പാടുകളും ഷർട്ടിന്റെ പോക്കറ്റിന്റെ കഷ്ണവും കേസിൽ നിർണായകമായി. അതേസമയം വിചാരണ നടക്കുന്നതിനിടെ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്. മകന് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ ED സമൻസ് വന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വൈകാരികമായല്ല പ്രതികരിക്കേണ്ടിയിരുന്നതെന്നും കൃത്യമായ മറുപടിയാണ് നൽകേണ്ടിയിരുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EDയുടെ നടപടികൾ നിർത്തിവെച്ചത് ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണെന്നും വ്യക്തമാക്കണം. വാർത്ത വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കും. അതിന് തന്നെ പരിഹസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ വേണ്ടെന്നും അതൊക്കെ MA ബേബിയോട് മതിയെന്നും VD സതീശൻ പറഞ്ഞു. അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്തത്. അപ്പൊ അത് എന്ത് കാര്യത്തിലാണെന്ന് മറുപടി പറയേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം വൈകാരികമായിട്ടല്ല പറയേണ്ടത്. അദ്ദേഹം വൈകാരികമായി പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതല്ല കേരളത്തിൽ കേൾക്കാൻ താല്പര്യം. എന്തിനാണ് അങ്ങനെ ഒരു തന്നതെന്നാണ്. ED ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത്? ഏത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്? ഏത് സ്റ്റെപ്പിലാണ്? ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കണമല്ലോ. അതിന് അദ്ദേഹം നമ്മളെ പരിഹസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും വേണ്ട. അതൊക്കെ MA ബേബിയുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസിൽ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി CPM ജനറൽ സെക്രട്ടറി MA ബേബി. സമൻസ് കിട്ടിയെന്ന് താൻ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് MA ബേബി പറഞ്ഞു. പല മാധ്യമങ്ങളും EDയുടെ ഏജന്റുമാരാകുന്നു. വാർത്ത അച്ചടിച്ച മാധ്യമത്തിന് മനോരോഗമാണെന്നും MA ബേബി കുറ്റപ്പെടുത്തി. UDFന്റെ പ്രചാരണം ചില പത്രങ്ങൾ ഏറ്റെടുത്തു. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ 2 വർഷം മുമ്പ് അയച്ച നോട്ടീസിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പ്രതികരിച്ചതോടെ എല്ലാത്തിലും വ്യക്തത വന്നു എന്നാണ് പാർട്ടിയുടെ ബോധ്യമെന്നും MA ബേബി പറഞ്ഞു. മകന് നോട്ടീസ് അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA. ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണമല്ല കേരളത്തിന് അറിയേണ്ടത്. അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നല്ല മറുപടി വേണ്ടതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. അഥവാ വിവേക് വിജയനെതിരെ ED നോട്ടീസ് അയച്ചില്ലെങ്കിൽ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കേണ്ട എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. ഞാൻ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം. നിങ്ങളുടെ മകന് നേരെ ED നോട്ടീസ് അയച്ചിരുന്നോ ഇല്ലയോ? നോട്ടീസ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങയുടെ മകനെതിരെയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രമാധ്യമ സ്ഥാപനം
ഇത്രയും ഗൗരവമുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. മകന് നോട്ടീസ് ഇ ഡി അയച്ചിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് ഉറപ്പുണ്ടായെങ്കിൽ മലയാള മനോരമയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ അങ്ങ് തയ്യാറാകും. അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്. ഇഡി നോട്ടീസ് വിഷയത്തിൽ CPM-നെ വിമർശിച്ച മാത്യു കുഴൽനാടൻ MLA. മുഖ്യമന്ത്രി എന്തുകൊണ്ട് അത് നിഷേധിക്കുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ മകനും മകളും ഇഡി നോട്ടീസ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് താൻ ആരോപിക്കുന്നു. പിന്നീട് എങ്ങനെ സെറ്റിൽ ചെയ്തുവെന്ന് മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടതെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. വിഷയത്തിൽ CPM ദേശീയ ജനറൽ സെക്രട്ടറിക്ക് പോലും പ്രതികരിക്കാനാകാത്ത സാഹചര്യമാണുള്ളതെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് അറിയാമോ എന്നുള്ളതല്ല ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണ് EDയുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു എന്നും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നും. അതിനോട് പ്രതികരണമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങ് അഭിമാനം കൊള്ളുന്ന മക്കളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങേക്കില്ലേ? അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഈ വാർത്ത തെറ്റാണ് എന്ന് നിഷേധിച്ച് അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ വ്യാജമാണ്, കളവായ വാർത്തയാണ്, എൻ്റെ മക്കളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് നടപടി എടുക്കാൻ തയ്യാറാകും. അതില്ല എങ്കിൽ അങ്ങ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പോലുള്ള ഡയലോഗുകളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് ധരിക്കരുത്. KPCCയുടെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് നിന്ന് തുടക്കമായി. ശബരിമലയിൽ കളവ് നടത്തിയവർക്ക് സംരക്ഷണം തീർക്കുന്ന മന്ത്രിയെയും ദേവസ്വം ബോർഡിനെയും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് യാത്ര. KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ നയിക്കുന്ന യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും പറയുന്നൊരു ചോദ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളൻ, അയാൾ ശരിയല്ല ഇപ്പൊ പറയുന്നു. 22-ൽ അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം അറിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി കേസെടുത്തില്ല? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് K മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിലെ സ്വർണവും സ്വത്തും അപഹരിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ രഹസ്യ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. വിശ്വാസികളെ സംബന്ധിച്ച് യുവതീ പ്രവേശന കാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്നൊരു സാഹചര്യം. ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഇതിൻ്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതൊരിക്കലും ആർക്കും കൈ കെട്ടി നോക്കിയിരിക്കാൻ സാധില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര. ജാഥ ഉപനായകൻ T സിദ്ദിഖ് MLA, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, KPCC ജനറൽ സെക്രട്ടറിമാരായ PM നിയാസ്, സോണി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ശബരിമല വിഷയത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ജാഥ ഉദ്ഘാടനം ചെയ്തു. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA, DCC പ്രസിഡന്റ് N ശക്തൻ ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത വിശ്വാസികളുടെ വികാരം ഉയർത്തിപ്പിടിക്കുന്നതാണ് കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമല എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും പോകുന്ന തീർത്ഥാടന കേന്ദ്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിരന്തരമായി വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു. വിശ്വാസ സമൂഹത്തിന് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്നു. ശബരിമലയുടെ പരിപാവനത്വം തകർക്കാനുള്ള നീക്കമുണ്ടായത് സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുവതികളെ ശബരിമല സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നടത്തിയത് ഈ ഗവൺമെന്റും ഈ മുഖ്യമന്ത്രിയുമാണ്. ഈ ജാഥ കേരളത്തിലെ മുഴുവൻ വിശ്വാസ സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു ജാഥയാണ്. ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാത്ത വിശ്വാസികളുടെ വികാരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, ജനമനസ്സുകളിൽ ആവേശം വിതറുന്ന ഒരു ജനമുന്നേറ്റ യാത്രയായി ഇത് മാറുന്നു.
ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടി തുടരുന്നു. ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. ദേവസ്വം വിജിലൻസ് സുനിൽകുമാറിനെതിരെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം പ്രത്യേക സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത് തുടരുന്നു. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിലും കൂടുതൽ വേദനയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കെ മുരളീധരൻ. ED എന്ന ചട്ടുകം വെച്ച് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ആ സ്വാധീനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണു. അതുകൊണ്ടാണ് BJP-യെക്കാളും തീവ്രമായി പിണറായി വിജയൻ കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ അന്നും ഇന്നും ഒരേ നയാണ് പാർട്ടിക്കുള്ളത്. ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. വിശ്വാസികളെ സംബന്ധിച്ച് യുവതീ പ്രവേശന കാലത്ത് ഉണ്ടായതിനേക്കാൾ മുറിവാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം ദേവന് സമർപ്പിച്ച കാണിക്ക പോലും മോഷണം പോകുന്നൊരു സാഹചര്യം. ഇത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഇതിൻ്റെ സംഹാരകരായിട്ട് മാറുമ്പോൾ അതൊരിക്കലും ആർക്കും കൈ കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ഇന്ന് 4 മേഖലകളിലായിട്ട് ഇന്ന് ആരംഭിക്കുന്നത്. ED കേന്ദ്രത്തിൻ്റെ ഒരു ചട്ടുകാണ്. പക്ഷേ ഇവിടെ ആ ചട്ടുകം വെച്ച് മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാനാണ് നോക്കുന്നത്. ആ സ്വാധീനത്തിൽ മുഖ്യമന്ത്രി വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുന്നത് ഒരു നേതാവ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പിണറായി വിജയനാണ്. നരേന്ദ്രമോദി പോലും കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാലത്ത് പറഞ്ഞത് ഞാൻ പോലും അദ്ദേഹത്തിന് മുമ്പിൽ തോറ്റുപോയെന്നാണ്. ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം നടന്നെന്നും പരിഹാരക്രിയ വേണമെന്നും ക്ഷേത്രതന്ത്രി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു. പരിഹാരക്രിയ ആവശ്യപ്പെട്ട തന്ത്രി ബോർഡിന് കത്തയച്ചു. ദേവന് നിവേദിക്കും മുമ്പ് മന്ത്രിക്ക് ഭക്ഷണം നൽകിയത് ആചാര ലംഘനമെന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. പള്ളയോട് സേവാസംഘം പ്രതിനിധികളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പരസ്യമായി പരിഹാരക്രിയ ചെയ്യണമെന്നാണ് നിർദ്ദേശം.